ചില ബോർഡുകൾ കാണാം, 1000 മണിക്കൂർ പ്രാർത്ഥന, 2000 മണിക്കൂർ പ്രാർത്ഥന. ബാലിന്റെ പുരോഹിതന്മാരെ പോലെ ചിന്തിക്കുന്നത് കൊണ്ടാണ് 1000 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ മനം ഇവൻ 1000 മണിക്കൂറായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ, കഷ്ടം തോന്നിയിട്ട് മനസ്സലിവ് തോന്നി ദൈവം ചെയ്യും. 1000 അല്ല 2000 മണിക്കൂർ പ്രാർത്ഥിച്ചാലും ശത്രുവിന് ഒരു പ്രശ്നവുമില്ല. പ്രാർത്ഥിച്ചു, രാജ്യത്തിന് വേണ്ടി മുട്ടുമ്പോൾ നിന്ന് ഇടിവിൽ നിന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചു. യേശുവിനെ കുറിച്ച് പറഞ്ഞ ഹീസ് ദ ഡിസയർ ഓഫ് ദ നേഷൻസ്. സകല രാജ്യങ്ങളും ഒരുപോലെ കൊതിക്കുന്ന രാജാവാണ് യേശു. ഹല്ലേലൂയ. സർവ്വ മുഴങ്കാലുകളും അവന്റെ നാമത്തിങ്കൽ മടങ്ങും. സ്വർലോകത്തിലെയും ഭൂലോകത്തിലെയും അധോലോകത്തിലെയും സർവ്വ മുഴങ്കാലുകളും സകല നാവും അവനെ എന്ന് ഏറ്റുപറയും. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ കഴിയത്തില്ല. അപ്പൊ സർവ്വനാമം അവനെ കർത്താവെന്ന് ഏറ്റുപറയാമെങ്കിൽ ആരുടെയാണ് മിഷൻ? 24/7 365 ദിവസം ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഒറ്റ ഒരാളേ ഉള്ളൂ, യേശുവും പരിശുദ്ധാത്മാവും പിതാവും മാത്രമാണ്. ഫുൾ ടൈം മിനിസ്ട്രി പരിശുദ്ധാത്മാവിന്റെ. കാരണം യേശുവിനെ കർത്താവെന്ന് പരിശുദ്ധാത്മാവിനെ കൂടാതെ ഏറ്റുപറയാൻ കഴിയത്തില്ല. യേശു കർത്താവെന്ന് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വന്ന ബോധ്യം നമ്മൾ വിശ്വസിച്ചുണ്ടാക്കിയതല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിച്ചത് കൊണ്ട് നമ്മൾ വിശ്വസിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ സമാപിക്കരുത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചവൻ, നിങ്ങളിൽ സൽപ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ വിശ്വസ്തനെന്നോ ഉറച്ചിരിക്കുന്നു.